സദ്ഗുരേ ശരണം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഡു വെച്ച് തുടങ്ങണോ ഡസ് വെച്ച് തുടങ്ങണോ എന്ന് മാത്രമല്ല കേട്ടോ. ഈസ് വെച്ച് തുടങ്ങണോ, ആം വെച്ച് തുടങ്ങണോ, ആർ വെച്ച് തുടങ്ങണോ, വാസ് വെച്ച് തുടങ്ങണോ, വേർ വെച്ച് തുടങ്ങണോ, അതോ ഹാസ് വെച്ച് തുടങ്ങണോ, ഹാവ് വെച്ച് തുടങ്ങണോ. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടൊന്ന് പഠിക്കാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നത് എളുപ്പമായിരിക്കും. മറ്റേ നമ്മളിപ്പോൾ ഡു ഡസ് മാത്രം, പിന്നെ ഈസ് ആം ആർ മാത്രം ഒക്കെ പഠിക്കുമ്പോൾ അങ്ങ് അമേരിക്കയിൽ നിൽക്കുന്ന ഡു ഡസും ഇന്ത്യയിലുള്ള ഈസ് ആം ആർ പോലെ അങ്ങ് ദൂരെ 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 തോന്നിപ്പോവും. പക്ഷെ ഇവരെല്ലാവരും കൊണ്ടുവന്ന് നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് ദാ ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് എളുപ്പമാവുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ഇത് ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങളുടെ കൺഫ്യൂഷൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നോ രണ്ടോ എക്സാമ്പിൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ എപ്പോൾ ചോദിക്കണമെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഇത് എവിടെയെങ്കിലും എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു മലയാളം ഉണ്ടല്ലോ, ഒരു മീനിങ്, ഇതൊരു മലയാളം മീനിങ് ഉണ്ടാവുമല്ലോ, അതും കൂടെ സൈഡിൽ എഴുതി വെക്കണം. അത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണേ. എന്നിട്ട് കറക്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ തുടങ്ങണം എന്നുള്ള നമ്മുടെ ആജീവനാന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള ആ ഡൗട്ട് അങ്ങ് മാറും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് തുടങ്ങിയാലോ. So if you're ready, let's get started. ഇംഗ്ലീഷ് ഗുരുവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ടിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഡു വെച്ച് തുടങ്ങാം. ഡു യു ലൈക്ക് പിസ്സ? നിങ്ങൾക്ക് പിസ്സ ഇഷ്ടമാണോ? ആണോ എന്ന് വെച്ചാൽ പൊതുവെ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ മലയാളം വേർഡ്, അതാണ് അതിന്റെ കീ വേർഡ്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. ഇഷ്ടമാണോ, പൊതുവെ ഇഷ്ടമാണോ എന്നാണ് കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങൾ പതിവായി നടക്കാൻ പോകാറുണ്ടോ? അടുത്ത മലയാളം വേർഡ് പോകാറുണ്ടോ. ഡു യു ഗോ ഫോർ മോർണിംഗ് വാക്ക്? ഓക്കെ. ഇനി നിങ്ങൾ ഇഡ്ഡലി കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ഇഡ്ലി? അപ്പം കഴിക്കാറുണ്ടോ, പോകാറുണ്ടോ, ഇഷ്ടമാണോ. അപ്പോൾ പൊതുവെ പതിവായിട്ടുള്ള നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ശീലം അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണേ. എന്നിട്ട് ഈ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. അപ്പം ഇഷ്ടമാണെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ ഡു. സിമ്പിൾ ആയിട്ട് പറയാം യെസ് ഐ ഡു. അല്ലെങ്കിൽ യെസ് ഐ ലൈക്ക് പിസ്സ. യെസ് ഐ ലൈക്ക് പിസ്സ. ഇഷ്ടമല്ലെങ്കിലോ നോ ഐ ഡോണ്ട് ലൈക്ക്. അടുത്തത് ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? അവരെല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? യെസ് ആണെങ്കിൽ യെസ് ദേ ഡു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഫുൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ യെസ് ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. നോ ആണെങ്കിൽ നോ ദേ ഡോണ്ട്. അപ്പൊ എൻ്റെ കൂടെ പറഞ്ഞോളാം കേട്ടോ. നോ ദേ ഡോണ്ട്. നോ ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. തീർന്നു. ഇനി ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഡസ് വെച്ചു. ഡസ്. ഡസ് ഷി ലിവ് ഇൻ ലണ്ടൻ? അവൾ ലണ്ടനിലാണോ താമസിക്കുന്നത്? അവിടെ ആണോ, ഇപ്പൊ ഇഷ്ടമാണോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ അവൾ ലണ്ടനിലാണോ താമസിക്കുന്നത്? അത് ഷീ ആയതുകൊണ്ട് ഡസ് വന്നു എന്ന് മാത്രം. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് ഡൂൺ ഡസ് നമ്മൾ ഉപയോഗിക്കുക. അതാ ഇവിടെ നോക്കിയാൽ അത് മനസ്സിലാവും. ഡസ് ഷി ലിവ് ഇൻ ലണ്ടൻ? യെസ് ഷി ഡസ്. അതെ, അവിടെയാണ്. യെസ് ഷി ഡസ്. ഫുൾ സെന്റൻസ് യെസ് ഷി ഡസ് ലിവ് ഇൻ ലണ്ടൻ. അവൾ ലണ്ടനിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യെസ് ഷി ലിവ്സ് ഇൻ ലണ്ടൻ. അങ്ങനെ പറയും. ഇപ്പൊ ആദ്യം ഉറപ്പിച്ചു യെസ് ഷി ഡസ് ലിവ് ഇൻ ലണ്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ലണ്ടനിൽ തന്നെയാണ് എന്നൊരു ഉറപ്പിക്കലുണ്ട് അതിനകത്ത്. അതല്ലാതെ അതെ അവൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. യെസ് ഷി ലിവ്സ് ഇൻ ലണ്ടൻ. ഡസ് ഇറ്റ് റെയിൻ ഹിയർ ഓഫൺ? ഇവിടെ എപ്പോഴും മഴ പെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് റെയിൻ ഹിയർ ഓഫൺ? ഓഫൺ എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ. റെയിൻ ഹിയർ, റെയിൻ ഇവിടെ വേർബാണ്. ഡസ് ഇറ്റ് റെയിൻ ഹിയർ ഓഫൺ? യെസ് ഇറ്റ് ഡസ്. യെസ് ഇറ്റ് ഡസ്. യെസ് ഇറ്റ് റെയിൻസ് ഹിയർ ഓഫൺ. യെസ് ഇറ്റ് റെയിൻസ് ഹിയർ ഓഫൺ.
നോ ഇറ്റ് ഡസൻറ്റ് റെയിൻ. നോ ഇറ്റ് ഡസൻറ്റ് റെയിൻ. ഇല്ലെങ്കിൽ നോ ഇറ്റ് ഡസൻറ്റ്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നോ ഇറ്റ് ഡസൻറ്റ്. നോ ഇറ്റ് ഡസൻറ്റ്. നോ ഇറ്റ് ഡസൻറ്റ് റെയിൻ ഹിയർ ഓഫൺ. ഇനി അടുത്തത് ഈസ്. ഈസ് വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ്. ഈസ് ഹി യുവർ ബ്രദർ? അവൻ നിങ്ങളുടെ ബ്രദർ ആണോ? ആണോ. അയാൾ ഡോക്ടർ ആണോ? ഈസ് ഹി എ ഡോക്ടർ? അയാൾക്ക് ഇപ്പൊ ദേഷ്യമാണോ? ഈസ് ഹി ആംഗ്രി? അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ, അവരുടെ ജോലി, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത് ചോദിക്കാൻ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത് ആലോചിച്ചാൽ മതി. അപ്പൊ ഈസ് എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ള കൺഫ്യൂഷൻ മാറും. അപ്പൊ ബ്രദർ ആണോ, ടീച്ചർ ആണോ, ദേഷ്യമാണോ? മനസ്സിലായല്ലോ. യെസ് ആണെങ്കിൽ യെസ് ഹി ഈസ്. നോ ആണെങ്കിൽ നോ ഹി ഇസൻറ്റ്. യെസ് ഹി ഈസ് മൈ ബ്രദർ. നോ ഹി ഈസ് നോട്ട് മൈ ബ്രദർ. അപ്പൊ ഇത്രയും സെറ്റായിട്ട് പഠിക്കാം. ഇസ് ദിസ് യുവർ ബുക്ക്? ഇത് നിന്റെ ബുക്കാണോ? ഇസ് ദിസ് യുവർ ബുക്ക്? ഇത് നിന്റെ ബുക്കാണോ? യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ് ഈസ്. യെസ് ഇറ്റ്സ് മൈ ബുക്ക്. യെസ് ഇറ്റ്സ് മൈ ബുക്ക്. നോ ഇറ്റ് ഇസ്ന്റ്. നോ ഇറ്റ് ഇസ്ന്റ്. നോ ഇറ്റ്സ് നോട്ട് മൈ ബുക്ക്. നോ ഇറ്റ്സ് നോട്ട് മൈ ബുക്ക്. ഇറ്റ്സ് നോട്ട് മൈ ബുക്ക്. ഇറ്റ് ഈസ് ഹിസ്. അത് അവന്റെയാണ്. ഇനി ആം. ആം ഐ ലേറ്റ്? ഞാൻ ലേറ്റ് ആണോ? ആം ഐ ലേറ്റ്? അഗൈൻ ആണോ എന്ന് തന്നെയാണ് കേട്ടോ. ആം ഐ ലേറ്റ്? ഞാൻ ലേറ്റ് ആണോ? നോ യു ആർ നോട്ട്. അല്ല. നോ യു ആർ ഇൻറ്റ്. നോ യു ആർ നോട്ട് ലേറ്റ്. നോ യു ആർ നോട്ട് ലേറ്റ്. യെസ് ആണെങ്കിൽ യെസ് യു ആർ. യെസ് യു ആർ. യെസ് യു ആർ ലേറ്റ്. നീ ലേറ്റ് ആണ്. യെസ് യു ആർ ലേറ്റ്. ആം ഐ ഡിസ്റ്റർബിങ് യു? ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയാണോ? ആം ഐ ഡിസ്റ്റർബിങ് യു? അങ്ങനെയും ചോദിക്കാം. ഞാൻ ലേറ്റ് ആണോ എന്ന് ചോദിക്കാം. ഒപ്പം എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഞാൻ നിന്നെ ഇപ്പോ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആം ഐ ഡിസ്റ്റർബിങ് യു? നോ യു ആർ നോട്ട്. നോ യു ആർ നോട്ട്. അല്ല. നോ യു ആർ നോട്ട് അറ്റ് ഓൾ ഡിസ്റ്റർബിങ് മീ. നോ യു ആർ നോട്ട് അറ്റ് ഓൾ ഡിസ്റ്റർബിങ്. ഒട്ടും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ ഉത്തരം പറയുമ്പോൾ അങ്ങനെ കുറച്ച് അവരെ ഒട്ടും വിഷമിപ്പിക്കാതെ പറയണ്ടേ. നോ യു ആർ നോട്ട് അറ്റ് ഓൾ ഡിസ്റ്റർബിങ് മീ. യെസ് ആണെങ്കിൽ യെസ് യു ആർ ഡിസ്റ്റർബിങ് മീ. യെസ് യു ആർ. യെസ് യു ആർ. ഐ എം സോറി ടു സേ യെസ് യു ആർ. എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷെ ആണ്. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അടുത്തത് ആർ. ആർ വി റെഡി ടു സ്റ്റാർട്ട്? നമ്മൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ റെഡി ആണോ? നമ്മൾ പോകാൻ റെഡി ആയോ എന്ന്. ചിലപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങാൻ റെഡി ആയോ എന്നും ആകാം. ആർ വി റെഡി ടു സ്റ്റാർട്ട്? ആർ വി റെഡി ടു സ്റ്റാർട്ട്? ആണോ? നമ്മൾ റെഡി ആണോ? ഇതെല്ലാം ഈസ് ആം ആർ എല്ലാം ആണോ 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 എന്നാണ് കേട്ടോ. അപ്പൊ ഇതാണ് ആ കീവേഡ് ആലോചിക്കേണ്ടത്. ആണോ? ബ്രദർ ആണോ? ഞാൻ ഡിസ്റ്റർബ് ചെയ്യുകയാണോ? റെഡി ആണോ? യെസ് വി ആർ റെഡി. യെസ് വി ആർ. യെസ് വി ആർ റെഡി ടു സ്റ്റാർട്ട്. എങ്ങനെ വേണമെങ്കിലും പറയാം. നോ വി ആർ നോട്ട്. നോ വി ആർ നോട്ട്. വി ആർ നോട്ട് റെഡി ടു സ്റ്റാർട്ട്. വി വോണ്ട് സം മോർ ടൈം. കുറച്ച് സമയം കൂടെ വേണം. വി വോണ്ട് സം മോർ ടൈം. കുറച്ച് സമയം കൂടെ വേണം. ഇനി അടുത്തത് ഡിഡ്. ഡിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാനാണ്. നിങ്ങൾ കഴിച്ചോ, ചെയ്തോ, ഈ വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. ഡിഡ് എഴുതിയിട്ട് അവിടെ എഴുതി വെക്കേണ്ട മലയാളം വേർഡ്സ് ആണ്. കഴിച്ചോ, ചെയ്തോ, പോയോ, പറഞ്ഞോ. ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? നിന്റെ ഹോംവർക്ക് നീ ഫിനിഷ് ചെയ്തോ? യെസ് ഐ ഫിനിഷ്ഡ്. ഞാൻ ഫിനിഷ് ചെയ്തു. യെസ് ഐ ഫിനിഷ് മൈ ഹോംവർക്ക്. ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? യെസ് ഐ ഫിനിഷ് മൈ ഹോംവർക്ക്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ്. പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ചിലപ്പോൾ രാവിലെ കഴിഞ്ഞായിരിക്കും, ഇന്നലെ കഴിഞ്ഞതായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് നേരത്തെ ഇത് കഴിഞ്ഞു എന്നാണ്. സമയം പറയണം എന്നാണ് അതിൽ നിയമം. ബട്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഡിഡ് ഉപയോഗിച്ച് ചോദിച്ചാലും ഉത്തരം പറഞ്ഞാലും കുറച്ച് നേരം മുമ്പ് നടന്ന് കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അതിലൊരു സമയവും ഒക്കെ നമ്മൾക്ക് അറിയായിരിക്കും, പറയുന്നവർക്ക് അറിയായിരിക്കും. ഡിഡ് യു ഫിനിഷ് ദാറ്റ് എന്ന് ചോദിച്ചാൽ അറിയായിരിക്കും, ഇന്നലെ കഴിഞ്ഞു, ഇന്നലെ രാവിലെ കഴിഞ്ഞു എന്നൊക്കെ ആയിരിക്കും. അപ്പോഴാണ് ഈ ഡിഡ് വെച്ച് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും മലയാളത്തിൽ അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ. യെസ് ഐ ഫിനിഷ്ഡ്. യെസ് ഐ ഫിനിഷ് മൈ വർക്ക്. ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് മൈ വർക്ക് ടുഡേ മോർണിംഗ്. ഇന്ന് രാവിലെ തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ യെസ്റ്റർഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്ന് പറയാം. എന്തായാലും ഒരു സമയം അതിനകത്ത് ഉണ്ടാവുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അവൾ ഇന്നലെ വിളിച്ചോ? ഡിഡ് ഷീ കോൾ യു യെസ്റ്റർഡേ? ഡിഡ് ഷീ കോൾ യു യെസ്റ്റർഡേ? ഡിഡ് ഷീ കോൾ യു യെസ്റ്റർഡേ? ഇന്നലെ അവൾ വിളിച്ചോ? Yes, she called me yesterday. Yes, she called me. Yes. ഇനിയിപ്പോൾ ഷോർട്ടായിട്ട് പറയണമെങ്കിലുണ്ടല്ലോ, യെസ് ഷീ ഡിഡ് എന്ന് പറഞ്ഞാൽ മതി. യെസ് ഷീ ഡിഡ്.
നോ ആണെങ്കിൽ നോ ഷീ ഡിഡൻറ്റ്, നോ ഷീ ഡിഡൻറ്റ്. ഇനി ഫുൾ സെന്റൻസിൽ പറയുകയാണെങ്കിൽ യെസ് ഷീ കോൾഡ് മീ യെസ്റ്റർഡേ, യെസ് ഷീ കോൾഡ് മീ യെസ്റ്റർഡേ. നോ ആണെങ്കിൽ നോ ഷീ ഡിഡൻറ്റ് കോൾ മീ യെസ്റ്റർഡേ, നോ ഷീ ഡിഡൻറ്റ് കോൾ മീ യെസ്റ്റർഡേ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്താണ് ഇത് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഞാൻ എസ് പറഞ്ഞപ്പോൾ യെസ് ഷീ കോൾഡ് മീ എന്ന് പറഞ്ഞു. കോൾഡ്, CALLED, കോൾഡ് മീ യെസ്റ്റർഡേ. അവിടെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ, എന്നെ ഇന്നലെ വിളിച്ചു എന്നാണ്. പക്ഷെ നോ പറഞ്ഞപ്പോ നോ ഷീ ഡിഡൻറ്റ് കോൾ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പാസ്റ്റ് ടെൻസ് അല്ലേ? ആണ്. പക്ഷെ അവിടെ ഈ ഡിഡൻറ്റ് എന്ന് വന്നത് കൊണ്ട്, ഡിഡൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് പാസ്റ്റ് ടെൻസിലെ കാര്യമാണ്. വിളിച്ചില്ല എന്ന് പറയാൻ പാസ്റ്റ് ടെൻസിൽ നമ്മൾ വിളിച്ചില്ല എന്ന് മുൻപ് കഴിഞ്ഞു പോയ കാര്യം പറയാനാണല്ലോ ഡിഡൻറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നോ ഷീ ഡിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കോൾഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നോ ഷീ ഡിഡൻറ്റ് കോൾ എന്ന് പറഞ്ഞാൽ മതി, റൂട്ട് ഫോം ഓഫ് ദ വേർബ് പറഞ്ഞാൽ മതി. കാരണം പാസ്റ്റ് ടെൻസ് ആണെന്ന് കാണിക്കാനായിട്ട് ഡിഡൻറ്റ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നോ ഷീ ഡിഡൻറ്റ് കോൾ മീ യെസ്റ്റർഡേ. അപ്പൊ ഈ ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഉത്തരം പറയുമ്പോഴും ഈ കാര്യമാണ് എല്ലാവരും സ്ഥിരമായിട്ട് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിച്ചാൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ ഒരുപാടൊന്നും നിങ്ങൾ പോകണം. ഇപ്പൊ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇരുന്ന് പറഞ്ഞു പഠിച്ചാൽ ഇത് നിങ്ങൾ തറോ. ഇത് തറോ ആകാതെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആദ്യം പഠിച്ചത് കയ്യിൽ നിന്ന് പോയി, പിന്നെ ഇപ്പൊ പഠിച്ചതും പോയി, അങ്ങനെ എല്ലാം കൂടെ ഒരു അവിയൽ വരുവാവുന്നത്. ഇപ്പൊ ഡിഡ് കഴിഞ്ഞു. ഇനി അടുത്തത് വാസ്. വാസ് ദ മൂവി ഇൻട്രസ്റ്റിംഗ്? ആ സിനിമ നല്ല രസകരമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? ഇപ്പൊ വാസിന്റെ കീവേഡ് എന്താണ്? ആയിരുന്നോ. വാസ് ദ മൂവി ഇൻട്രസ്റ്റിംഗ്? യെസ് ഇറ്റ് വാസ്. അതെ, ആയിരുന്നു. ഇറ്റ് വാസ്. അല്ലെങ്കിൽ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അല്ലെങ്കിലോ നോ ഇറ്റ് വാസിൻറ്റ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല എന്നുള്ള ഷോർട്ട് ഫോം. നോ ഇറ്റ് വാസിൻറ്റ്. ഫുൾ ആയിട്ട് പറഞ്ഞാൽ നോ ഇറ്റ് വാസിൻറ്റ് ഇൻട്രസ്റ്റിംഗ്, നോ ഇറ്റ് വാസിൻറ്റ് ഇൻട്രസ്റ്റിംഗ്. വാസ് ഹി അറ്റ് ദ പാർട്ടി? അവൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ. അപ്പൊ ഇവിടുത്തെ കീവേഡ് എന്താണ്? ആയിരുന്നോ, ഉണ്ടായിരുന്നോ. വാസ് ഹി അറ്റ് ദ പാർട്ടി? അവൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നോ. യെസ് ഹി വാസ്. ഉണ്ടായിരുന്നു. യെസ് ഹി വാസ്. ഇനി ഫുൾ സെന്റൻസിൽ യെസ് ഹി വാസ് അറ്റ് ദ പാർട്ടി, യെസ് ഹി വാസ് അറ്റ് ദ പാർട്ടി. നോ ഹി വാസൻറ്റ്, നോ ഹി വാസൻറ്റ്. ഇല്ലായിരുന്നു. നോ ഹി വാസൻറ്റ്, നോ ഹി വാസൻറ്റ് അറ്റ് ദ പാർട്ടി. ഇനി അടുത്തത് വേർ. വേർ എന്ന് പറഞ്ഞാൽ സെയിം ഈ വാസിന്റെ അതേ മീനിങ് ആണ്. പക്ഷെ സബ്ജക്റ്റിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വേർ ഉപയോഗിക്കും, അല്ലെങ്കിൽ യു ആയിരിക്കണം. വേർ യു അറ്റ് സ്കൂൾ യെസ്റ്റർഡേ? നീ ഇന്നലെ സ്കൂളിൽ ഉണ്ടായിരുന്നോ? അവിടെ യു വന്നതുകൊണ്ടാണ് വേർ ഉപയോഗിച്ചത്. വേർ യു അറ്റ് സ്കൂൾ യെസ്റ്റർഡേ? നീ ഇന്നലെ സ്കൂളിൽ ഉണ്ടായിരുന്നോ? യെസ് ഐ വാസ് അറ്റ് സ്കൂൾ. അവിടെ ഐ ആണല്ലോ ഉത്തരം പറയുമ്പോൾ. ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഐക്ക് മാച്ച് ആയത് വാസ് ആയതുകൊണ്ട് ആൻസർ പറഞ്ഞപ്പോൾ നമ്മൾ വാസ് എടുത്തു. ഐ വാസ് അറ്റ് സ്കൂൾ. യെസ് ഐ വാസ് അറ്റ് സ്കൂൾ യെസ്റ്റർഡേ. വേർ യു അറ്റ് സ്കൂൾ യെസ്റ്റർഡേ? ബ്രൂണോ, 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 ബ്രൂണോ. നോക്കി, ബ്രൂണോ നോക്കി, നോക്കി. This is my Bruno. Bruno Kutten. This is our Bruno Kutten. എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. Bruno is a Labrador. ഓടിപ്പോയി. Go. മതി. So, were you at school yesterday? Yes, I was at the school yesterday. Yes, I was. അങ്ങനെയും പറയാം. No, I wasn't. No, I wasn't at the school yesterday. Were they happy with the result? റിസൾട്ടിനെ സംബന്ധിച്ച് അവർ ഹാപ്പി ആയിരുന്നോ? Were they happy with the result? Yes, they were. Yes, they were. Yes, they were happy with the result. ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സ്കൂളിലെ റിപ്പോർട്ട് ആയിരിക്കാം. എന്തായാലും yes, they were happy with the result. No, they were not. They weren't. No, they were not happy with the result. അവിടെ theyയുടെ കൂടെയും നമ്മൾ were ആണ് യൂസ് ചെയ്യുക. ഇനി അടുത്തത് ഹാസ് ആൻഡ് ഹാവ്. ഹാസ് ഷീ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്? അവള് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോ? ഹാസ് ഷീ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്? അവൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോ? യെസ് ഷീ ഹാസ്. യെസ് ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, അവൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ നാളായിട്ട്, അത് അവൾ കംപ്ലീറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. സിംപ്ലി എന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ എന്നാണ്. അപ്പോൾ അങ്ങനെ വെറുതെ നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ നമ്മൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്, ഹാസ് ഷീ കംപ്ലീറ്റഡ്. അത് അവൾ ചെയ്തോ? ഹാസ് ഷീ ഡൺ?
അത് ചെയ്തോ? ഇനി അത് അവൾ കുക്ക് ചെയ്തോ? ഹാസ് ഷി കുക്ക്ഡ്? അവള് ഡിന്നർ കുക്ക് ചെയ്തോ? അപ്പൊ നമ്മൾ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് അന്വേഷിക്കും, ഡിന്നറൊക്കെ കുക്ക് ചെയ്തോ? ഹാസ് ഷി കുക്ക് ദ ഡിന്നർ? ആ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത് ചെന്ന് നോക്കുമ്പോൾ എല്ലാം റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഹാസ് ഷി കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് എപ്പോൾ വേണമെങ്കിലും ആകാം. അത് ഫിനിഷ് ചെയ്തോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി, സമയം അറിയണ്ട. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തത്, ഇപ്പോൾ ഈ നിമിഷം ഡിന്നർ കുക്ക് ചെയ്ത് കഴിഞ്ഞോ നമ്മൾ അടുക്കളയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയില്ല. ഇപ്പൊ അങ്ങ് തീർന്ന് എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ ഹാസ് ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഹാസ് ഷി കുക്ക്ഡ് ഡിന്നർ? കുക്ക്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാസ് ഷി കുക്ക്ഡ് ഡിന്നർ? അവള് ഡിന്നർ കുക്ക് ചെയ്തോ? യെസ് ഷി ഹാസ്. യെസ് ഷി ഹാസ്. മറ്റേത് ഹാസ് ഷി കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്? അവള് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോ? യെസ് ഷി ഹാസ് കംപ്ലീറ്റഡ്. നോ ആണെങ്കിലോ? നോ ഷി ഹാസൻറ്റ്. നോ ഷി ഹാസൻറ്റ്. ഇനി ഏതെങ്കിലും ഒരു ബുക്ക് അവൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഹാസ് ഷി റെഡ് ദാറ്റ് ബുക്ക്? അവൾ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? അവിടെ ഇപ്പൊ വായിച്ച് തീർന്നോന്നല്ല അർത്ഥം, ആ ബുക്ക് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നാണ്. ഹാസ് ഷി റെഡ് ദാറ്റ് ബുക്ക്? ആ ബുക്ക് അവൾ വായിച്ചിട്ടുണ്ടോ? അപ്പം ഹാസിന്റെയും ഹാവിന്റെയും കാര്യത്തിൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നും ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു എന്നും. അപ്പൊ ഇവിടുത്തെ കീവേഡ്സ് എന്താണ്? രണ്ടും നിങ്ങൾ എഴുതണം. കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, അത് ഒരു മീനിങ്. രണ്ടാമത്തെ മീനിങ്, എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞോ, ഇപ്പൊ ചെയ്തോ, ചെയ്ത് കഴിഞ്ഞോ, വായിച്ചോ, ആ ജോലി തീർത്തോ, എവിടെ നോക്കട്ടെ, തീർത്തോ, ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളത്. കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് നമ്മൾ വെറുതെ വന്ന് ഇരുന്നതേ ഉള്ളൂ, അത്ര സമയമായിട്ടുള്ളൂ. അപ്പൊ പാസ്റ്റും അല്ല എന്ന പ്രസന്റും അല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് തീർന്നു. ഇനി ഹാസ് ഷി കംപ്ലീറ്റഡ് റീഡിങ് ദാറ്റ് ബുക്ക്? അവൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞോ എന്ന് ഇപ്പൊ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ കൈ കൊടുത്ത ബുക്ക് വായിച്ചു കഴിഞ്ഞോ എന്ന് മനസ്സിൽ കണ്ടോളാം. അവര് അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ രണ്ടർത്ഥവും മനസ്സിൽ റെഡിയാക്കി വെക്കുക. അപ്പൊ എപ്പോഴും ഹാസും ഹാവും വരുമ്പോൾ എപ്പോഴും അവിടെ V3 ഫോം ആയിരിക്കും. ഹാവ് യു മെറ്റ് ബിഫോർ? നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ആ അർത്ഥത്തിലാണ് കേട്ടോ. ഹാവ് യു മെറ്റ് ബിഫോർ? യെസ് വി ഹാവ്. നോ വി ഹാവൻറ്റ്. നോ വി ഹാവൻറ്റ്. യെസ് വി ഹാവ് മെറ്റ് ബിഫോർ. യെസ് വി ഹാവ് മെറ്റ് ബിഫോർ. നോ വി ഹാവൻറ്റ് മെറ്റ് ബിഫോർ. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. നോ വി ഹാവൻറ്റ് മെറ്റ് ബിഫോർ. സോറി. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ചേരാൻ മറക്കണ്ട. പിന്നെ നമുക്ക് സയൻസ് ട്യൂഷൻ ഉണ്ട് 6 to 10 സ്റ്റാൻഡേർഡ് വരെ. അപ്പോൾ അതിനും ജോയിൻ ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ലിറ്റററി ഇവൻറ്റ്സിനുള്ള കോച്ചിങ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് പോം റെസിറ്റേഷൻ, ഇംഗ്ലീഷ് എലക്യൂഷൻ, ആങ്കറിങ്, പിന്നെ പബ്ലിക് സ്പീക്കിംഗ്. അത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ട്. 6 മാസത്തെ കോഴ്സാണ്. നമുക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്ന കോഴ്സാണ് കേട്ടോ. അതുപോലെ 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എല്ലാത്തിനെയും പോസ്റ്റർ ഞാൻ ഇവിടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക, എത്രയും വേഗം ജോയിൻ ചെയ്യുക. Okay, so see you in the next video. Until then, you take care. Sadgurushan.